നമസ്കാരം. ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഇൻ പ്രഗ്നൻസി, അതായത് ഗർഭകാലത്ത് കാണുന്ന മൂത്രത്തിൽ പഴുപ്പ്. നമുക്കറിയാം, യൂറിനറി ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കിഡ്നിയിൽ നിന്നും ബ്ലാഡറിലേക്ക് യൂറിൻ വഹിക്കുന്ന യൂറിറ്റർ, ഈ ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് കൊണ്ടുവരിക്കുന്ന മൂത്രനാളി, അതായത് യൂറിത്ര, ഇവ കൂടുന്നതാണല്ലോ യൂറിനറി ട്രാക്റ്റ്. ഈ പാത്തിൽ എവിടെ ഇൻഫെക്ഷൻ വന്നാലും അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് കരുതുക. അപ്പോൾ സാധാരണ ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് പ്രഗ്നൻസിയിൽ. നമുക്കറിയാം, സ്ത്രീകളിൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരിലും സ്ത്രീകളിലാണ് കൂടുതൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണുക. കാരണം സ്ത്രീകളുടെ ആ യൂറിത്ര, ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് കൊണ്ടിരുന്ന യൂറിത്ര, അത് ഷോർട്ടാണ് സ്ത്രീകളിൽ. അതുപോലെ തന്നെ യൂറിത്ര ഈ യോനി ഭാഗത്തിനും മലദ്വാരത്തിനും ഒക്കെ ക്ലോസ് ആയിട്ടാണ് ഈ യൂറിത്ര സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ടാണ് കാണുക. പ്രഗ്നൻസിയിൽ ഇതൊന്നുകൂടെ കൂടുതലായിട്ട് കാണാനുള്ള കാരണം പ്രഗ്നൻസി ഹോർമോണായ പ്രൊജസ്ട്രോണിൻ്റെ ഇഫക്റ്റ് കൊണ്ട് തന്നെയാണ്. ഈ പ്രൊജസ്ട്രോണിന് ഈ സ്മൂത്ത് മസിൽസിനെ, അതായത് പ്രത്യേകിച്ച് യൂറിറ്ററിലൊക്കെയുള്ള സ്മൂത്ത് മസിൽസ് ഡയലേറ്റഡ് ആക്കുന്നു. അപ്പോൾ കൂടുതൽ റിലാക്സ്ഡ് ആണ്. അപ്പം ആ യൂറിറ്ററിലൊക്കെ യൂറിൻ കുറച്ച് സ്റ്റേസിസ് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. യൂറിനറി ബ്ലാഡറിലുമൊക്കെയുള്ള സ്മൂത്ത് മസിൽസൊക്കെ കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനും അത് തൽഫലമായി പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു കാരണം വെസൈക്കോ യൂറിറ്ററിക് റിഫ്ലക്സ് എന്ന് പറയും. അതായത് ബ്ലാഡറിൽ നിന്ന് പുറകിലേക്ക് കിഡ്നിയിലേക്ക് യൂറിൻ പോകുന്ന ഒരവസ്ഥ. അപ്പോൾ ഈ റിഫ്ലക്സും പ്രഗ്നൻസിയിൽ കൂടുതലാണ്. ഇതും ഒരു കോസാണ് ഇൻഫെക്ഷൻ കൂടുതലാകാൻ. പിന്നെയുള്ളത് നമുക്കറിയാം, യൂട്രസ്, ബ്ലാഡർ ഒക്കെ അടുത്തടുത്തുള്ള ഓർഗൻസാണ്. അപ്പോൾ യൂട്രസ് വലുതാകുന്ന ഒരു യൂട്രസിന് ഈ ബ്ലാഡറിൽ പ്രഷർ ചെലുത്താനും തൽഫലമായി യൂറിൻ മൊത്തമായിട്ട് എംറ്റി ആവാത്തൊരവസ്ഥ, ഈ കോസസ് എല്ലാം കൂടിയാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലാവാനുള്ള ഒരു സാധ്യത. പിന്നെ നമുക്ക് ഈ പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ അത് പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. പ്രഗ്നൻസിയിൽ യൂറിനറി ഇൻഫെക്ഷൻ തീർച്ചയായിട്ടും ട്രീറ്റ് ചെയ്യേണ്ടതുമാണ്. പ്രഗ്നൻസിയിൽ പല തരത്തിലുള്ള യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട്. അതിലൊരു ടൈപ്പ് എസിംറ്റമാറ്റിക് ബാക്ടീരിയൂറിയ എന്ന് നമ്മൾ പറയും. അതായത് യാതൊരു സിംറ്റവും പേഷ്യൻറ്റിന് ഉണ്ടാവില്ല, പക്ഷേ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ യൂറിൻ റുട്ടീനായിട്ട് എല്ലാവരോടും യൂറിൻ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ യൂറിൻ ചെക്ക് ചെയ്യുമ്പോൾ യൂറിനകത്ത് പസൽസ് ഉണ്ടാവാം. ചിലർക്ക് അങ്ങനെ കണ്ടില്ലെങ്കിലും യൂറിൻ കൾച്ചറിലായിരിക്കും ചിലപ്പോൾ കാണുക. അപ്പോൾ നിർബന്ധമായിട്ടും യൂറിൻ കൾച്ചർ ഒരിക്കലെങ്കിലും പ്രഗ്നൻസിയിൽ, പ്രത്യേകിച്ച് ആ ആദ്യത്തെ മാസങ്ങളിൽ തന്നെ നമ്മൾ കൾച്ചർ ഒന്ന് കൊടുക്കാറുണ്ട്. ഈ ടെസ്റ്റിന് വേണ്ടി യൂറിൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മിഡ് സ്ട്രീം യൂറിൻ എടുക്കണം നമ്മൾ പറയും. അതായത് നന്നായിട്ട് യൂറിൻ പോകുന്ന ഭാഗമൊക്കെ നന്നായിട്ട് പ്രൈവറ്റ് പാർട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കുറച്ച് മൂത്രം പോയിട്ട് ആ മിഡിൽ ഭാഗത്തെ യൂറിൻ എടുക്കുന്നതാണ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഏറ്റവും നല്ലത്. അപ്പം മിഡ് സ്ട്രീം യൂറിൻ എടുക്കുക. അതുപോലെ കൾച്ചർ ബോട്ടിൽ യൂറിൻ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, യൂറിൻ കൾച്ചർ ബോട്ടിലിൻ്റെ അകത്ത് പിടിക്കാതെ ആ ബോട്ടിലിൻ്റെ താഴെ പിടിച്ചിട്ട് ഇതുപോലെ തന്നെ മിഡ് സ്ട്രീം ആയിട്ടുള്ള യൂറിൻ, കുറച്ച് യൂറിൻ പോയിട്ടുള്ള യൂറിൻ എടുക്കുന്നതാണ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എസിംറ്റമാറ്റിക് ബാക്ടീരിയൂറിയ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് ചിലപ്പോൾ കൂടുതൽ സിവിയറായിട്ടുള്ള ഇൻഫെക്ഷൻ ആവാം. അതായത് കിഡ്നിയൊക്കെ ബാധിക്കുന്ന പൈലോനെഫ്രൈറ്റിസ്, അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടാവാം. പ്രഗ്നൻസിക്ക് തന്നെ ദോഷകരമായ, പ്രഗ്നൻസി ചിലപ്പോൾ നേരത്തെ ഡെലിവറി ആകുന്ന പ്രീടേം ലേബറിലേക്ക് പോകാം. അതായത് കുഞ്ഞിന് വെയിറ്റ് കുറയാം. അങ്ങനത്തെ ഓരോ പ്രോബ്ലംസും എസിംറ്റമാറ്റിക് ബാക്ടീരിയൂറിയ മൂലം ഉണ്ടാകാം. അപ്പോൾ യാതൊരു സിംറ്റം ഇല്ലെങ്കിൽ തന്നെ ഈ കണ്ടീഷൻ തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതിന് പറ്റിയ, നമ്മൾ കൾച്ചർ ചെയ്യുമ്പോൾ അറിയാം, യൂഷ്വലി മോർ ദാൻ 10⁵ കോളനി പെർ ml ആണ് സിഗ്നിഫിക്കൻ്റ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ അതുപോലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കോളനി ആണെങ്കിൽ സാധാരണ നമ്മൾ അതനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക്, ആ കൾച്ചറിൽ നോക്കിയിട്ടുള്ള ആൻറ്റിബയോട്ടിക് ഒരു 5 to 7 days എടുക്കേണ്ടി വരും. ചിലർക്ക് പ്രഗ്നൻസിയാണ്, ആൻറ്റിബയോട്ടിക് എടുക്കാമോ, മരുന്ന് ആവശ്യമില്ലാതെ എന്തിനാണ് കഴിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നാൽ അത് പ്രോബ്ലം ഉണ്ടാക്കും. പിന്നെയുള്ളത്, ഇത് വളരെ കോമൺ ആണ്, നമ്മളൊരു 2 to 10% ഒക്കെ കാണാറുണ്ട് ഈ എസിംറ്റമാറ്റിക് ബാക്ടീരിയ.
അതുപോലെ അടുത്ത പ്രോബ്ലം ഉണ്ടാകാവുന്നത് കിഡ്നിയിലാണ്. കിഡ്നിക്ക് പൈലോനെഫ്രൈറ്റിസ് നമ്മൾ പറയും. യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായി കഴിഞ്ഞാൽ, യൂറിനറി ബ്ലാഡറിലുണ്ട് ഇൻഫെക്ഷനാണ് സിസ്റ്റൈറ്റിസ് എന്ന് നമ്മൾ പറയുക. ഈ സിസ്റ്റൈറ്റിസും വളരെ കോമൺ ആണ് പ്രഗ്നൻസിയിൽ. പേഷ്യൻസിൻ്റെ സിംറ്റംസ് എപ്പോഴും യൂറിൻ പാസ് ചെയ്യണം തോന്നുക, മൊത്തമായിട്ട് യൂറിൻ ഒന്ന് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെയും പോകണമെന്ന് തോന്നുക, യൂറിൻ പോകുമ്പോൾ വല്ലാത്ത പുകച്ചിൽ, ഇതൊക്കെയാണ് യൂഷ്വലി ഇതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ സിസ്റ്റൈറ്റിസും നമുക്ക് ഇതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള കൾച്ചർ വേണമെങ്കിൽ കൾച്ചർ ചെയ്തിട്ട് അതനുസരിച്ചുള്ള ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഒരു 5 to 7 days ട്രീറ്റ്മെൻറ്റ് മതിയാകും. അപ്പോൾ ഈ സിസ്റ്റൈറ്റിസും ട്രീറ്റ് ചെയ്താൽ മാറുന്നതാണ്. പിന്നെ ഇത് ട്രീറ്റ് ചെയ്യാതിരുന്നാൽ യൂഷ്വലി ഇത് കുറച്ചുകൂടെ സിവിയർ പ്രോബ്ലമായിട്ട് വരാം. അതാണ് കിഡ്നിയെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ. അതിന് നമ്മൾ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയും. യൂഷ്വലി പൈലോനെഫ്രൈറ്റിസ് ആയിട്ട് പേഷ്യൻ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി അവർക്ക് നല്ല ഫീവർ, ഷിവറിങ്, അതുപോലെ ഫ്ലാങ്ക് പെയിൻ എന്ന് പറയും. നമ്മൾ ഈ പുറകിൽ പ്രത്യേകിച്ച് പോസ്റ്റീരിയൽ റിബിൻ്റെ താഴെയായിട്ട് നല്ല വേദന, ഇങ്ങനെയൊക്കെ ആയിട്ട് ആയിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ഈ പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുമ്പോൾ അതൊരു സീരിയസ് കണ്ടീഷനാണ്. അത് ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ട ഒരു സംഗതിയാണ്. ഈ പൈലോനെഫ്രൈറ്റിസിൽ പേഷ്യൻറ്റിന് സാധാരണ ഈ IV ആൻറ്റിബയോട്ടിക്സ് തന്നെ കൊടുക്കേണ്ടി വരും. IV ഫ്ലൂയിഡ്സ്, സിരകളിലൊക്കെ കൂടെ ഉള്ള ഫ്ലൂയിഡ്സ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് പനി അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യണം. അതായത് പ്രഗ്നൻസിയിൽ കൂടുതൽ ടെമ്പറേച്ചറും ഈ ഫീറ്റസിന് നല്ലതല്ല. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ മാനേജ്മെൻറ്റും ഈ പൈലോനെഫ്രൈറ്റിസ് ആയിക്കഴിഞ്ഞാൽ വേണം. ഇന്ന് പൈലോനെഫ്രൈറ്റിസിൻ്റെ ഇൻസിഡൻസ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ എസിംറ്റമാറ്റിക് ബാക്ടീരിയ നേരത്തെ കണ്ടുപിടിച്ച് അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനാൽ ഈ പൈലോനെഫ്രൈറ്റിസിലേക്ക് വരുന്ന കണ്ടീഷൻസ് വളരെ കുറവാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നതെന്ന് നമ്മൾ കണ്ടു. പ്രഗ്നൻസിയിൽ കൂടുതലായിട്ട് കോമൺ ആകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നന്നായിട്ട് വെള്ളം കുടിക്കണം. സാധാരണ പ്രഗ്നൻസിയിൽ ഈ മിനിമം ഒരു 8 മുതൽ 10 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. പിന്നെ നമ്മൾ പറയും ചിലർക്ക് സെക്ഷുവൽ റിലേഷന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ ഇൻഫെക്ഷൻ്റെ സാധ്യത കൂടുതലാകുക. അപ്പോൾ കോണ്ടാക്റ്റിന് തൊട്ട് മുമ്പും അതിന് ശേഷവും യൂറിൻ പാസ് ചെയ്യാനും നമ്മൾ പറയാറുണ്ട്. പിന്നെ ബബിൾ ബാത്ത്, അതായത് ടബിലൊക്കെ നമുക്കറിയാം ടബിലൊക്കെ ക്ലീൻ ആവാനായിട്ട് പ്രത്യേകിച്ച് കെമിക്കൽസൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കെമിക്കൽസൊക്കെ ഈ ടബിലൊക്കെ ബാത്ത് എടുക്കുമ്പോൾ, ബബിൾ ബാത്തൊക്കെ എടുക്കുമ്പോൾ കൂടുതൽ ഇറിറ്റൻസ് ആ ഗ്രോയിൻ ഏരിയ, ആ ഭാഗത്തൊക്കെ ചെറിയ മുറിവുണ്ടാക്കാനും അതിനെ തുടർന്ന് ഇൻഫെക്ഷൻ കൂടുതൽ അകത്തേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഷവറാണ് എപ്പോഴും നല്ലത് എന്ന് നമ്മൾ പറയും. സാധാരണ റിപ്പീറ്റഡായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ചിലർക്ക് വന്നാൽ യൂറിൻ റുട്ടീൻ നോക്കുമ്പോൾ യൂറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ട്, പക്ഷേ കൾച്ചർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്നും കാണുന്നില്ല. പ്രഗ്നൻസിയിൽ ചിലപ്പോൾ അങ്ങനെ കാണുന്നത് ഒരു വജൈനൽ ഇൻഫെക്ഷൻ കൊണ്ടും ഈ പ്രോബ്ലമായിട്ട് തോന്നാം. പ്രത്യേകിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ വജൈന ഒരു എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് നല്ല വജൈനൽ ഡിസ്ചാർജ്, വജൈനൽ ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കാം ഈ യൂറിനകത്ത് ഇത്രയും പസൽസ് ആയിട്ട് കണ്ടത്. അപ്പോൾ ആ വജൈനൽ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഈ പ്രോബ്ലം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ത്, ഇതൊക്കെ നമ്മൾ കണ്ടു. ശ്രദ്ധിച്ചാൽ ഈ പ്രോബ്ലം നമുക്ക് പ്രഗ്നൻസിയിൽ കണ്ട് നേരത്തെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. വേണ്ടി വന്നാൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്താൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലെത്താതെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും.